ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം, സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ബുധനാഴ്ച ആണ്, ഹെസനെ കാണിക്കാൻ പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പം 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഹെസനെ കാണിക്കാൻ പോകേണ്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം വേഗം പണികളൊക്കെ കഴിക്കണം, കാരണം 2 മണി 2:30 ആകുമ്പോഴേക്കും നമുക്ക് പോകണം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2:30 ഒക്കെ ആകുമ്പോഴേക്കും ഇലച്ചൻ വരും, അപ്പോഴത്തേക്കും റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സിമ്പിളായിട്ടൊരു ഇറച്ചി ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. കാരണം നോർമൽ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പേരി, പൊരിച്ചത്, അങ്ങനെ കറി, അങ്ങനെയായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഒരു 1 പോട്ട് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും ചെയ്യും, പിന്നെ നമുക്ക് റാത്തായിട്ട് ഫുഡും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇറച്ചി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചി ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്, കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 6-7 വിസിൽ, ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് അങ്ങനെ ബീഫ്. ഞാൻ ഇതുവരെ ഇറച്ചി ചോറ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നത്. ചിക്കനും റൈസും പാടി ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറച്ചി ചോറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ചോറ് നോർമൽ നമ്മളെ കൈമ റൈസിലും പിന്നെ നോർമൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയിലും ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി റൈസ് ആട്ടോ, കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫിലേക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ ബീഫ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് റൈസിന് കുറച്ച് ഗ്രേവി ഇന്നോട്ടെ വിചാരിച്ചിട്ട്, മീൻസ് റൈസിലേക്ക് കുറച്ച് ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്കിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബീഫ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മസാലയ്ക്കുള്ള ഉള്ളിയും കൂടി കട്ട് ചെയ്ത് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം 2 ഉള്ളി എടുത്തിട്ടുള്ളൂ. ഞാനൊരു 1/2 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് മാത്രം മതി, അപ്പോൾ അതുകൊണ്ട് അത്രയും കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ റൈസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനാണ് ഒന്നുകൂടി ഇഷ്ടം. ഇതാകുമ്പോൾ പിന്നെ വേഗം നമ്മളെ പണിയും കഴിയും, കുറേ പാത്രവും കഴുകാനുണ്ടാവില്ല, നല്ല ടേസ്റ്റും ആയിരിക്കുമല്ലോ. ഈ ചിക്കനും റൈസും അല്ലെങ്കിൽ ബീഫും റൈസൊക്കെ ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു റൈസിലേക്ക് ബീഫിൻ്റെ ഒക്കെ നല്ല സ്റ്റോക്കൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു റൈസ് തന്നെ കഴിക്കാൻ. എനിക്ക് ഇങ്ങനത്തെ റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ്റെ റൈസ് ഞാനെങ്കിൽ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പം ബീഫിൻ്റെ ഞാൻ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിതിലേക്ക് ആ ഒരു നീളത്തിൽ തന്നെ നമ്മൾ നോർമലി ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ 1 തക്കാളി ആട്ടോ എടുത്തത്, 1 തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എൻ്റെ മക്കൾ ഈ വക ഐറ്റംസ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഓർക്ക് ഞാൻ ഇസാന് സ്കൂളിൽ പോയതായിരുന്നു. അപ്പോൾ ഓർക്ക് രാവിലെ ഞാൻ കുറച്ച് നെയ്ച്ചോറാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ചോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹെസക്കും കൂടി ഉച്ചക്കത്തേക്കും. പിന്നെ ചിക്കനും പൊരിക്കുമ്പം ഹെസക്കും ഉള്ള ചിക്കനും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഹെസക്ക് ചിക്കനും നെയ്ച്ചോറും മതി. ഹെസക്കും സമാന് പിന്നെയും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കും കേട്ടോ. സമാനക്ക് പിന്നെയും കുറച്ച് എരിവുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഹെസനും ഇസാനും പോലെയല്ല, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാൻ ആൾക്ക് ഒന്നും കൂടി ഇഷ്ടമാണ്. ബീഫ് വേവുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ മസാലക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഉള്ളി, 1 തക്കാളി, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും, ഒരു 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ചേർക്കാം. എന്നിട്ട് ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ മുളകും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് വീണ്ടും അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറണം. എന്നിട്ട് പിന്നെ തക്കാളിയും മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം.
ഈ ഒരു ചോറ് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കാരണം എല്ലാം കൂടി ഒരു കുക്കറിൽ വേവിച്ചെടുക്കല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ കുറേ അധികം പാത്രങ്ങളും കഴുകാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ദിവസങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും കുറച്ച് ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള അരിയും കൂടി എടുക്കുന്നുണ്ട്. ഞാനിപ്പം ഏകദേശം 2 കപ്പ് അരി എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഉച്ചക്കത്തേക്ക് മതി, നൈറ്റ് നമുക്ക് ലോഡഡ് ഫ്രൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ബീഫല്ലേ ഉള്ളൂ, അപ്പം നമുക്കത് ഉച്ചക്കത്തേക്ക് മതി എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തക്കാളി ജസ്റ്റ് പെട്ടെന്നൊന്ന് കുക്കായി കിട്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, അത് പിന്നെ എന്തായാലും ഇട്ട് കൊടുക്കണമല്ലോ. പിന്നെ ഗരം മസാല, ഈ ഒരു ഗരം മസാല മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ബീഫ് വേവിക്കുന്നതിൽ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മസാലയിലേക്ക് ഇനി എക്സ്ട്രാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഗരം മസാല മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നല്ലോണം കുറയ്ക്കുക കേട്ടോ. കാരണം ഒരുപാട് മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറേ മാറിപ്പോവും. കുറച്ച് മസാലകൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഈ റൈസിന് ബിരിയാണിക്കൊക്കെ വേണ്ടത് ഗരം മസാല ആണ്. അപ്പോൾ അത് അത്യാവശ്യം ഇട്ട് കൊടുക്കുക. ബാക്കി ഈ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി അതൊക്കെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വാടി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആ ഒരു സ്റ്റോക്കോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു അരി എടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഈ ഒരു സ്റ്റോക്കിനനുസരിച്ച് കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്ര അരിയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കുറച്ച് ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്കതിൽ ചെറുതായിട്ടൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ. കാരണം ഞാൻ കുക്കറിൽ അരിയൊക്കെ ഇട്ട് കുക്കറൊക്കെ മൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടും വിസലിൻ്റെ ആ ഒരു സൗണ്ട് ഇങ്ങോട്ട് കേൾക്കണില്ല. അപ്പം ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതിൽ വിസിൽ വരുന്നില്ല, ആവിയൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ മെല്ലെ ഞാൻ വിസിൽ പോക്കിയിട്ട് ഇത് നോർമൽ നമ്മളൊരു പോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് കുക്ക് ചെയ്തെടുത്തിട്ടോ. പിന്നെ ബീഫ് ഓൾറെഡി വെന്തതായതുകൊണ്ട് പിന്നെ അത്ര കുഴപ്പമില്ല, അതങ്ങനെ പോട്ടിൽ തന്നെ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തെടുത്തു. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ ഏതൊരു റെസിപ്പി ട്രൈ ആക്കി നോക്കിയാലും അത് ഫസ്റ്റിലേ സക്സസ് ആവുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ ഫസ്റ്റിലേ സക്സസ് ആയിട്ടുള്ള എൻ്റെ റെസിപ്പീസ് കുറവാണ് കേട്ടോ. 1 2 തവണ ഒക്കെ ഫ്ലോപ്പായിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതൊന്ന് റെഡിയായി വരുന്നത്. അങ്ങനെ നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റൈസിലേക്കൊക്കെ നല്ല ബീഫിൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സോയാബീനും കൂടി അതിൻ്റെ കൂടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ചടപടേന്ന് പറഞ്ഞിട്ടുള്ള മാറ്റിലായിരുന്നു. കാരണം ലേറ്റായി പോയതല്ല, സാധാരണ എൻ്റെ ഇളയച്ചനോട് ഒരു 2:30 എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയാവും വരാൻ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നല്ല ഒന്ന് കറക്റ്റ് സമയത്ത് വന്ന്, നമ്മളാണെങ്കിൽ കറക്റ്റ് സമയത്ത് വരുമെന്ന് വിചാരിച്ചിട്ടുമില്ല. അപ്പം നമ്മൾ മെല്ലെ ലേറ്റായിട്ട് ലാഗ് ചെയ്ത് നമ്മൾ മാറ്റുമ്പോഴേക്കും ലേറ്റായിപ്പോയി. പിന്നെ പെട്ടെന്ന് ചടപടേന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് അങ്ങനെ കാണിക്കാൻ പോക്കാണ്. ഇവിടെ ഒരാളുണ്ടോ നല്ല ഇന്നൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിക്കും ഫ്രണ്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇവന് കാറ് കയറിയാൽ പിന്നെ വായ തുറക്കൂല, ഫുൾ സൈലൻ്റ്, പോയി വരുന്നത് വരെ സൈലൻ്റ് ആയിട്ടിരിക്കും. വിളിച്ചാലും പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ മെല്ലെ ഹസ്ബനെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സുന്ദരിക്കുട്ടിയാക്കി എടുത്തിട്ടോ. ഇപ്പം കുറേ ആയി ഞാനൊക്കെ കണ്ണെഴുതി കൊടുത്തിട്ടും ഇതേപോലെ കുറച്ച് മോഡലൊക്കെ ജസ്റ്റ് മുടി വാരി കൊടുത്തിട്ടൊക്കെ നോർമൽ പോണിറ്റെയിൽ പോലെ കെട്ടി കൊടുക്കലാണ് ഞാനിപ്പോൾ കൂടുതലും. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഓക്ക് മുടിയൊക്കെ ഇങ്ങനെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഓളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനെയൊക്കെ മുടി കെട്ടി പുതിയ ടിക്ടിക്കൊക്കെ വെച്ചപ്പോൾ. പിന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ചായയിലൊന്ന് കയറി കേട്ടോ. ഞാനിതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേനോ, എനിക്ക് ഇപ്പം കഴിക്കാനുള്ള 2 ആഗ്രഹങ്ങളായിരുന്നു. ഒന്ന് ഈറ്റിയത്തെ ലോഡഡ് ഫ്രൈസും
പിന്നെ ചായത്തെ ചായയും അങ്ങനെ ഈറ്റ് ചെയ്ത ലോട്ട് ഫ്രൈസ് ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ കഴിച്ചു. ഇനി ഇതാ നെക്സ്റ്റ് ചായത്തെ ചായയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാർഡമം ടീ. പിന്നെ നമ്മൾ കുറച്ചധികം സ്നാക്സും വാങ്ങിയിട്ടോ. അതൊക്കെ കണ്ടോ, ഈ ഇത്രയും സ്നാക്സ് വാങ്ങിയിട്ട് നമ്മൾ മൂന്നാളും കൂടി ഷെയർ ഇട്ട് കഴിച്ചിട്ടോ. കുറേ വെറൈറ്റി സ്നാക്സ് ഉണ്ട്. ആ ഒരു ചിക്കൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു കോൽമില്ല, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രൈഡ് മിൽക്ക് അതും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരാളിത് ആ ഒരു ചിക്കൻ്റെ സ്റ്റിക്ക് കഴിച്ചിട്ട് കണ്ണെന്നൊക്കെ ഫുൾ വെള്ളം വന്നിട്ടുണ്ടോ. കുറച്ച് സ്പൈസി ആയിരുന്നു അത്. അപ്പോൾ ആൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചിട്ട് കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ടേനും. പക്ഷെ കുഴപ്പമില്ല, ഓനക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഓന് എരിവുണ്ടെങ്കിലും എന്താണെങ്കിലും ഓനങ്ങനെ കഴിക്കട്ടോ. പിന്നെ ആളിതാ ബാക്കിലേക്ക് വന്നപ്പോൾ പിന്നെ ഫുൾ കളി. ഈ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ സൈലൻ്റ് ആയിരുന്നു, ബാക്കിൽ വന്നപ്പോൾ പിന്നെ ഫുൾ കളിയാണ് കേട്ടോ ഓന്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട്